ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ആയപ്പോൾ കിളവൻ കിളവിയെടുത്ത് പറഞ്ഞ്, എടിയേ, എനിക്കിത്തിരി നെയ്യപ്പം തിന്നാൻ കൊതി. എന്തിരുന്ന്? നെയ്യപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്ത് മാത്രം വിറക് വേണമെന്നറിയാമോ? നിങ്ങൾ ഇവിടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. അതിന് നമ്മുടെ ആനമോനില്ലേടി. ആ, ആനമോനുണ്ടല്ലേ, അവന്റെ അടുത്ത് പറയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആന അവിടെ വന്നു. ആ, വെള്ളം എടുക്കാനുള്ള കുട ഇങ്ങോട്ട് അടിക്കി. അപ്പോഴി കിളവനും കിളവിയും പുറത്തു വന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്തിരി നെയ്യപ്പം തിന്നാൻ കൊതി. നീ ആ കാട്ടിൽ പോയി ഇത്തിരി വിറകെടുത്തോണ്ട് വരുവോ? ഒരു കൊട്ട നിറയെ നിനക്ക് നെയ്യപ്പം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഇത് കേട്ടത് ആനയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി, ഞാൻ ദാ വരുന്നു. അങ്ങനെ ആന നേരെ കാട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഉണങ്ങിയ മരങ്ങളെല്ലാം കൂടെ വലിച്ചു വെച്ച് താഴെ ഇട്ടു. അതിനിടയിൽ കുറെ എറുമ്പ് ആനയുടെ അവിടെ ഇവിടെ എല്ലാം കൂടെ ഇട്ട് കടിച്ചു കയറ്റി കൊടുത്ത്. ഉറുമ്പുത്തിരി പോലെ ഉണ്ടെങ്കിൽ എന്ത്, എല്ലാം കൂടെ കടിച്ച് ആനയെ ഏറിൽ നിർത്തി. ആന ഈ വിറകെല്ലാം കൂടെ ചുരുട്ടി എടുത്തുകൊണ്ട് വാടി രക്ഷപ്പെട്ട് നേരെ കിളവന്റെ കിളവിയുടെ അടുത്ത് വന്നു. എന്നിട്ട് കിളവിയുടെ അടുത്തും കിളവന്റെ അടുത്തും പറഞ്ഞ്, ഞാൻ കുളിച്ചിട്ട് ദാ വരുന്നു, നിങ്ങൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കും.